ഹലോ മക്കളെ, മമ്മി ഇങ്ങനെ ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. ഞങ്ങളുടെ ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഫുഡും ഭക്ഷണവും ഡ്രസ്സൊക്കെ ആയിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ മമ്മിക്ക് അറിയണ പോലെ മമ്മിയുടെ അമ്മ പറഞ്ഞു തന്നേക്കണ ആ ഒരറിവ് വെച്ചിട്ട് മമ്മി ഇതേ അതാണ് ചിരിക്കണേ. ഈ കോസ്റ്റ്യൂം വേണ്ട, ഇതിനെയാണ് തുണിയും കവായ എന്ന് പറയും. ഇത് കവായ, ഈ കവായ, ഇത് തുണി. ഇതാണ് തുണി. ഈ തുണിയൊന്നും ഇപ്പൊ കിട്ടാൻ വഴിയില്ല മക്കളെ. എന്താന്ന് വെച്ചാ ഇങ്ങനെ ഉടുക്കണ ആൾക്കാര് ഇപ്പൊ നമ്മുടെ ഇവിടെ വിരലിലെണ്ണാവുന്നവരുള്ളൂ. എല്ലാവരും മരിച്ചു പോയി തീർന്ന്. പിന്നുള്ളവര് സാരിയായി. അപ്പൊ ഇത് 1-2 പേര് നമ്മുടെ ഈ ഇടവകയിലൊക്കെ ഉള്ളൂ. പിന്നെ ദേ ആ ഡ്രസ്സ് അപ്പൊ മമ്മി മേടിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ മക്കളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് കവായ, ഇത് തുണി. മുണ്ടെന്നല്ല പറയാ, മുണ്ടെന്ന് പറയില്ല, തുണി കവായ. കവായ തുണി എന്നാ പറയാ, ഇതിനെ കവായ. അപ്പൊ നമ്മുടെ പണ്ടത്തെ ആൾക്കാര്, എന്റെ അമ്മയൊക്കെ ഉള്ള സമയം അമ്മയെ കിട്ടിയെന്ന് വെച്ചാൽ ഡ്രസ്സാണ് ഇത്. റോളുവിനെ കാണിക്കാൻ പറയുന്നുണ്ട്. റോള് ഭയങ്കര ചാട്ടം. ഞാനിത് ഇട്ടേക്കണ കണ്ടിട്ട് അങ്ങാണ്ട് എന്തോ ഒരു പ്രത്യേകത കണ്ടിട്ടായിരിക്കാം ആള് കിടന്ന് ഭയങ്കര ചാട്ടം. അപ്പൊ മക്കളെ, നമ്മ ഡ്രസ്സിനെ പറ്റിയാ പറഞ്ഞു വന്നേ. ഇത് കല്യാണത്തിന് ഉടുക്കണത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കവായ എന്ന് പറയുന്നത് വെള്ള ആയിരിക്കും. അതേപോലെ തുണി എന്ന് പറയണത് ഈ കള്ളിയല്ല, കുഞ്ഞി വെള്ളയും ചുമപ്പും കള്ളിയായിട്ട് കുഞ്ഞി, അതായിരിക്കും കല്യാണത്തിന് അത് കഴിഞ്ഞിട്ട് അത് പിന്നെയുള്ള ആൾക്കാര്. ആദ്യമേ ആൾക്കാര് തലയിൽ ശരിക്കും നമ്മ കുർബാന സ്വീകരണത്തിന് വെക്കുന്ന പോലെ ക്രൗൺ അല്ല, പൂവുകൊണ്ട് തന്നെ വെള്ള ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെറ്റും ഈ വെള്ള കവായയും ചുമന്ന തുണി ആയിരുന്നു കല്യാണത്തിന്. എൻ്റെ അമ്മയുടെയൊക്കെ കല്യാണത്തിന് അങ്ങനെയായിരുന്നു ഉടുത്തിരുന്ന് വെച്ചത്. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഗൗൺ, വെള്ള ഉടുപ്പും കോട്ടും സൂട്ടും എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസിനെയാണ് ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ് ആണ് ആദ്യം ആ ഡ്രസ്സ്. ഇപ്പം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എല്ലാവരുടെ കല്യാണത്തിന് എന്ത് ഫംഗ്ഷനും ആ ഡ്രസ്സാണ്. മുന്നേ ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. ഈ കല്യാണത്തിന് വെള്ളുടുപ്പും കോട്ടും സൂട്ടും കൊടുത്തത്. വെഡിങ് ആനിവേഴ്സറിയിലില്ലേ കോട്ടും ഗൗണും ഇതും. അമ്മുൻ്റെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി, എൻ്റെ മോൻ്റെയും നോയലിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയിലുണ്ട് ഉടുപ്പും കോട്ടും. ആ ഡ്രസ്സായിരുന്നു ഞങ്ങൾക്ക് മാത്രം. ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഡ്രസ്സ് അതായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരുടെ കല്യാണത്തിനും അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡ്രസ്സിന്റെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ കാരണന്മാര് ഇടണ ഈ ഡ്രസ്സ് എന്ന് പറയുമ്പോ അതിൻ്റെ ഉള്ളില് കെട്ട് ബോഡിയാണ് ഇടുക, ബ്രേസിയർ അല്ല. കെട്ട്, അതെ, തമാശ ചിരിക്കണ്ട. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ അടിയെടുപ്പ് മുന്നേ പെറ്റിക്കോട്ട് അടിക്കണ തുണിയും കൊണ്ട് ശരിക്കും എന്താ പറയാ, വാറും ബാക്കൊക്കെ അതേപോലെ തന്നെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക്, സൈഡിലേക്കല്ല, നടുക്ക് അടിയിൽ കെട്ടാണ്. ഇത് ഇങ്ങനെ ഞാട്ടി വെച്ചിട്ട് കെട്ടാണ്, ബ്രേസിയർ അല്ല. അവര് ഉടുത്തിരുന്ന് വെച്ചത് അങ്ങനെയാണ്. അപ്പൊ പറയുമ്പോ മമ്മി എല്ലാരും കൂടി പറയണ്ടാ, എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വരികയാണ്. ഭക്ഷണവും ഡ്രസ്സും ഒക്കെ പറഞ്ഞു വരികയാണ്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണ്ടേ. അപ്പൊ ബോഡി എന്ന് പറയുന്നതിൽ അങ്ങനെ നമ്മ നാണം അങ്ങനെയൊന്നുമില്ല. അപ്പൊ കെട്ട് ബോഡി ആയിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ ബ്രേസിയർ അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്വർണത്തിന്റെ കൊന്താന്ന് പറയും, കൊന്തല്ല കൊത്തിഞ്ഞാന്ന് പറയും. ആ സാധനമാണ് ഇട്ടേച്ചത്. കൊന്തയുടെ പോലെ തന്നെ ഓവൽ ഷേപ്പിലെ മണിയായിട്ടുള്ള മാല, അതാണ് കൊന്തിഞ്ഞ. അങ്ങനെ പറയും, കൊന്തിഞ്ഞല്ല കൊത്തിഞ്ഞ, അതായിരുന്നു മാല. പിന്നെ മുടി ഇങ്ങനെയൊക്കെ തന്നെ കെട്ടി വെക്കുള്ളൂ. ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അഴിച്ചിട അങ്ങനെ ഇല്ല. കെട്ടി വെച്ചിട്ട് സൂചി ഇങ്ങനെ കുത്തും. അതെന്ന് വെച്ചാൽ ഒരു സൂചി ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഒരു റൗണ്ടായിട്ട് അതുമേല് പൂക്കളായിട്ട്. പൊന്നും സൂചി ഉണ്ട്, വെള്ളി സൂചി ഉണ്ട്. സൂചി എന്നാ പറയാ, തലയിൽ കുത്തണ സൂചി, തൂശി, തലയിൽ കുത്തണ തൂശി. അത് വെള്ളിയുടെ ഉണ്ട്, സ്വർണത്തിന്റെ ഉണ്ട്. ഒരുവിധം കഴിവുള്ള ആൾക്കാർ സ്വർണത്തിന്റെ കുത്തും. അത് നല്ല ഭംഗി, ഇങ്ങനെ സൈഡ് ചരിച്ച് ഇങ്ങനെ മുടി കെട്ടിയും കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കും. അതിൽ കുറവുള്ള ആൾക്കാർ വെള്ളിയുടെ കുത്തും. ഞങ്ങളുടെ അമ്മക്കൊക്കെ വെള്ളിയുടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഉണ്ട് മാല കൊത്തിഞ്ഞ ശരിക്ക് സ്വർണത്തിന്റെ. പിന്നെ വെള്ളിയുടെ വള, കമ്പിവള, അതന്നെ വെള്ളിയുടെ കമ്പിവള. അമ്മയ്ക്ക് ഇതായിരുന്നു ഇങ്ങനെ, അമ്മ ഇങ്ങനത്തെ ഡ്രസ്സായിരുന്നു, നല്ല പ്രായമായിട്ടാണ് മേടിച്ചത്. അപ്പൊ ഞങ്ങള് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ
ഇങ്ങനെ സിഗ്സാഗ് പോലത്തെ കമ്പി നേരെ വളകളും പിന്നെ ഇതിന് ഹുക്കൊന്നല്ല കേട്ടോ മക്കളെ, ഇതിനിതേ പിന്നാണ്. ഇങ്ങനെ കണ്ട പിന്നിങ്ങനെ ഇങ്ങനെ കുത്തും, ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കുത്തും, ഇങ്ങനെ വെച്ചിട്ട്. പിന്നെ ഹുക്ക് അങ്ങനെ ഒന്നുമില്ല, ഇതിന് പിന്നെ തന്നെയാണ് കുത്താം. അപ്പം അതങ്ങനെ. പിന്നെ ഡ്രസ്സിനെ പറ്റി, പിന്നെ ഉടുപ്പ് ഉടുക്കണവരുണ്ട്. ഇതിൽ ഇത്തിരിയും കൂടി പ്രായമായ ആൾക്കാർ ഉടുപ്പ് എന്ന് പറയുന്ന മമ്മി ഇപ്പം വീട്ടിലുടുക്കണ ആ മോഡൽ അത്ര ഇറക്കത്തില്ല, അതിനേൽ ഇച്ചിരി കൂടി ഇറക്കം കുറവായിരിക്കും. ഉടുപ്പ് എന്ന് പറയുന്നത് ഫ്ലീറ്റ് ഇട്ട് അടിച്ച് നല്ല കട്ടിയുള്ള ആ ഉടുപ്പ്, കോളറൊക്കെ വെച്ചിട്ടുള്ള ഉടുപ്പ്, അതും ഉണ്ടായി. ആ സമയത്തുള്ള ഡ്രസ്സ് അതുമായിരുന്നു. പിന്നെ ഫുഡിൻ്റെ പറയട്ടെ ഏട്ടാ മമ്മി. അമ്മ ഇവിടെ ഒന്ന് ഇരിക്കാമോ? അപ്പം മക്കളെ, ഈ കവായക്ക് നമുക്കിപ്പോൾ തുണി മേടിച്ച് തയ്ക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് തയ്പ്പിക്കാം. ഈ തുണി കിട്ടുന്നത് ഇളങ്ങുന്ന പുഴയെന്ന് കിട്ടുള്ളൂ. ഈ തുണി ഇപ്പം അവിടെയും കുറവാണെന്നാ പറഞ്ഞേ, മിക്കതും ഇല്ലെന്നാ പറഞ്ഞേ. പിന്നെ നമ്മൾ മരിക്കുമ്പോൾ ഉടുക്കണതും ഉണ്ട് കേട്ടാ. മരിക്കുമ്പോൾ ഉടുക്കണത് വെള്ള കവായ. ആ കല്യാണത്തിന് ഉടുക്കണ ചുവപ്പും വെള്ളയും കള്ളിയായിട്ടുള്ള തുണിക്ക് പകരം കറുപ്പും വെള്ളയും അങ്ങനത്തെ തുണിയും കവായും എടുത്തും കൊണ്ടാണ് മരിക്കുമ്പോൾ പെട്ടിയിൽ കെടുത്തിരുന്ന് വെച്ചത്. ഇപ്പോഴൊക്കെ ഇപ്പം മമ്മി മരിച്ചിട്ടുണ്ടെങ്കിൽ വെള്ള ഉടുപ്പായിരിക്കും. വെള്ള ഉടുപ്പ് കൊടുത്തിട്ടാണ് പെട്ടിയിൽ കിടത്താം. അങ്ങനത്തെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആണുങ്ങൾക്കാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ കോട്ടും സൂട്ടും, അതന്നെ കോട്ടും ഷൂവ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ആണുങ്ങൾക്കും കല്യാണത്തിന് ഈ പറഞ്ഞ പോലെ കോട്ടും സൂട്ടായിരിക്കും കേട്ടോ കല്യാണത്തിന്. അത് വയസ്സായവർക്ക് ഈ പറഞ്ഞ പോലെ മുണ്ടും നല്ല വെള്ള ഷർട്ട് കോട്ടൻ്റെ അങ്ങനെയാണ് കണ്ടേക്കണത്. നമ്മുടെ കല്യാണങ്ങൾക്കാണ് ബ്രേസ്മെന്റുകൾ. അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാകും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാം, അങ്ങനെയൊക്കെ. ഏറ്റവും എന്താ പറയുക, ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ മുട്ടിന് അത്ര ഇറക്കമുള്ള ഡ്രസ്സും ബാക്കിൽ ഒരു ഫ്രോക്കല്ല മിഡി പോലത്തെ എടുത്തിട്ട് ബാക്കിൽ വെട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡയാന സൂട്ട്, അത് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. ആ സാധനമൊക്കെയാണ് ഈ ആംഗ്ലോ ഇന്ത്യൻസ് ഭയങ്കര പരിഷ്കാരികളൊക്കെ ഇട്ടുകൊണ്ട് നടന്നിരുന്നത്. അങ്ങനത്തെ ഡ്രസ്സുകളാണ്. തുണി കുറച്ച് കുറവായിരിക്കും ആംഗ്ലോ ഇന്ത്യൻസിന്. കുഴപ്പമൊന്നും, കാണാൻ ഭംഗിയാ, കുഴപ്പമൊന്നുമില്ല. പണ്ടില്ലാത്ത ആൾക്കാരെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ മമ്മിയുടെ ഈ കോസ്റ്റ്യൂം ഇഷ്ടമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെയെന്നുണ്ടെങ്കിൽ മമ്മി കവായി ഒരെണ്ണം തയ്ച്ചു വയ്ക്കാല, മമ്മിക്ക് ഇടയ്ക്കിടല്ല. പിന്നെ എന്താ പറയുക, പിന്നെ ഞങ്ങളുടെ ഫുഡ് ഇപ്പം ആ ഫുഡില്ല. ഇപ്പം ആ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണത്തിന് കേക്കും വൈൻ അത് ഭയങ്കര പ്രധാനമാണ്. ഇപ്പം മിക്ക കല്യാണങ്ങൾക്കും ഒക്കെ ഉണ്ട് ഈ പറഞ്ഞ പോലെ കേക്ക് വൈൻ. ഞങ്ങളുടെ കല്യാണത്തിന് കേക്ക് വൈൻ, അത് വൈൻ വീട്ടിൽ തന്നെ കെട്ടിവെച്ച് മുന്തിരി കെട്ടിവെച്ച് അങ്ങനെ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതൊന്നും അപ്പം ഇല്ല, കടയിൽ നിന്ന് തന്നെ മേടിക്കില്ലാണ്. അത് ഫസ്റ്റ് ആ കേക്ക് വൈൻ. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ വെണ്ടക്കായ വാട്ടിയതെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയും അങ്ങനെ ഇട്ട് എണ്ണയിൽ നന്നായി പുഴുങ്ങി അങ്ങനെ എടുക്കണ ആ വെണ്ടക്ക ഒരെണ്ണുണ്ടാകും. ബീറ്റ്റൂട്ട് നല്ല കനം കുറച്ച് റൗണ്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതും ഒരു കഷ്ണം ഉണ്ടാകും. പിന്നെ പോർക്കിറച്ചി നൈസായിട്ട് അരിഞ്ഞിട്ട് അത് ഫ്രൈ പോലെ ചെയ്തെടുത്തിട്ട് അതുണ്ടാകും. പിന്നെ അതിന് മസ്റ്റാർഡ് എന്ന് പറയാം. അതെന്താണെന്ന് വെച്ചാൽ കടുക് പരിപ്പും ചെറുപഴവും ചെറുപഴമല്ല പൂവമ്പഴം അതും കൂടി. വേറെ അതിലെന്തെങ്കിലും ചേർക്കോ? ചൊറുക്കയിൽ നന്നായി വടിക അരകല്ലുമേൽ വെച്ച് അരച്ച് നേരിയ മധുരമൊക്കെ ഇട്ട് നല്ല രസം മസ്റ്റാർഡ്. അത് പോർക്കിറച്ചി. എന്താണെന്ന് വെച്ചാൽ പോർക്കിറച്ചി കഴിക്കുന്നവർക്ക് അത് ദഹനം കിട്ടാൻ വേണ്ടി അത് മസ്റ്റാർഡും പോർക്കിറച്ചി, ബീട്രൂട്ട്, എന്തൊട്ടാണ് വെണ്ടക്ക, അങ്ങനെ ഒരു പ്ലേറ്റ്. പിന്നെ കട്ട്ലേറ്റും സോസും. അത് മുന്നെന്ന് പറയുന്നത് സോസൊന്നും ഇല്ലടാ, ഇപ്പോഴൊക്കെയല്ലേ സോസ് ആയേക്കണേ. മുന്ന് സോസൊന്നുമില്ല, കട്ട്ലേറ്റ് മാത്രമേ വയ്ക്കുള്ളൂ. അങ്ങനെ പിന്നെ എന്തെന്ന് ആയിരിക്കും അതിൽ കോഴിയിറച്ചി, ചിക്കൻ, അതും ആയിട്ടൊരു പ്ലേറ്റ്. അതിൽ തിന്നാൻ അപ്പം അല്ല ബ്രെഡ്, അങ്ങനെ അത്രയും വെച്ചിട്ട് ഇംഗ്ലീഷ് സ്റ്റൈൽ അതായിരുന്നു മമ്മി നോക്കുന്നത്. പിന്നെ അകന്നിട്ടുണ്ടോ എന്ന് നോക്കണ്ട. അപ്പം ആ ഒരു പ്ലേറ്റ് അത്ര വെച്ചും കൊണ്ട് പിന്നെ അതിനകത്ത് ബ്രെഡ് ഇടും, ഇഷ്ടമിടും.
ബ്രെഡ് ഇഷ്ടം വേറെ മട്ടൻ ഇഷ്ടം അങ്ങനെയൊന്നല്ല, ബീഫ് അതുകൊണ്ടുള്ള ഇഷ്ടവും ബ്രെഡും. അപ്പോൾ ആ ഒരു പ്ലേറ്റ് അങ്ങനെ കഴിയും. പിന്നെ അടുത്തത് ചോറ്. ആ ബിരിയാണി അങ്ങനെയൊന്നും പണ്ടുള്ള കല്യാണങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ചോറ്, മാങ്ങക്കറി, ക്യാബേജ് ഒലുത്ത്, അച്ചാറ്, ബീഫ് ഒലുത്ത്. ചിക്കൻ ഇതിനകത്ത് കൊടുത്ത കാരണം അതിലുണ്ടാവില്ല. പിന്നുള്ളതാണ് പപ്പാസ് എന്ന് പറയുന്നത്, ചാപ്സ് എന്ന് പറയുന്നത്. അത് മമ്മി കാണിച്ചിട്ടുണ്ട് മക്കളെ, മമ്മിയുടെ വീഡിയോയിലുണ്ട്. ബീഫ് നല്ല വലിയ കഷ്ണമൊക്കെ അരിഞ്ഞിട്ട് ചൊറുക്ക മുളക് അങ്ങനെ വേവിച്ചെടുത്ത് സൂപ്പർ. അത് അത്രേ ഉണ്ടാവുള്ളൂ. മീൻകറി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത്രയാകുമ്പോ വെള്ളയപ്പില്ല, പണ്ട് ബ്രെഡാണ്. ബ്രെഡ് സ്റ്റൂ ഇല്ലേ? ബ്രെഡ് ഇഷ്ടം അത് പറഞ്ഞല്ല, അതാദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മളുടെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഭക്ഷണം അത്രത്തോടു കൂടി കഴിഞ്ഞ്, ഐസ്ക്രീം ഒന്നുമില്ല, ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം കൂടി ആയി കഴിഞ്ഞാൽ നമ്മളുടെ കല്യാണം അങ്ങനെയായിരുന്നു ആദ്യം. അപ്പം എന്താ, ആദ്യം കേക്ക് വൈൻ, പിന്നെ ഒരു പ്ലേറ്റിൽ ബീട്രൂട്ട്, വെണ്ടക്ക, ബീട്രൂട്ട്, പിന്നെ പോർക്ക്, മസ്റ്റാർഡ്, കട്ട്ലൈറ്റ്, ചിക്കൻ വെച്ചിട്ട് പിന്നെ ബ്രെഡ് ഇഷ്ടം. അങ്ങനെ ഒരു പ്ലേറ്റും അങ്ങനെ ഒരു, അതൊക്കെ ഇപ്പൊ കിട്ടാനില്ല. പിന്നെ പറഞ്ഞ് ചെയ്യിച്ചാൽ ചെയ്തു തരുന്നുണ്ട് കേട്ടാ. ഞങ്ങളുടെ പണ്ടത്തെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞ് ചെയ്യിച്ചാൽ നമ്മുടെ കാറ്ററിംഗുകാർ, അത് ആംഗ്ലോ ഇന്ത്യൻസിന്റെ കാറ്ററിംഗുകാരുണ്ട്, അവരൊക്കെ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ ചോറിന് ചാറ്, ക്യാബേജ് ഒലുത്ത്, അച്ചാറ്, സർലാസ് ഒന്നുമില്ല അന്ന് നമ്മ തൈര് സർലാസ് അങ്ങനെ ഒന്നുമില്ല. ചാറ്, ചാറ്, അച്ചാറ്, ക്യാബേജ്, ബീഫ് ഒലുത്ത്, പപ്പാസ്, അത്രയും. പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം കൂടി ആയാൽ നമ്മളുടെ കല്യാണം അതോടുകൂടി. അതാണ് നമ്മളുടെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഭക്ഷണം. പിന്നെ എന്തെന്നാ മക്കളെ, ഇത്രയായില്ലേ. പിന്നെ ഇനി നമ്മുടെ തലേ ദിവസം അങ്ങനെ വലിയ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര, ഇതൊക്കെ നമ്മ ഏൽപ്പിക്കല്ല ചെയ്യുന്നത്. ഇതൊക്കെ വീടുകളിൽ ഉണ്ടാക്കലായിരുന്നു മുന്നേ. ഒന്നിനും പോകില്ല. ആ അയൽവക്കക്കാരും ബന്ധുക്കളും എല്ലാവരും കൂടിയും വന്ന് തലേ ദിവസം ബോട്ടിക്കറി ആണ് പ്രധാനം. ചാറും ബോട്ടിക്കറി, അച്ചാർ, അത്രയും ഉണ്ടാവുള്ളൂ. ഇപ്പോഴാണ് ചിക്കൻ്റെ പാർട്സൊക്കെ കറി വെക്കുന്നത്. മുന്നേ അങ്ങനെ ഇല്ല. മുന്നേ ഈ ബോട്ടി മേടിക്കും. ഒരു പോത്തിനെ കൊന്ന അതിൻ്റെ കംപ്ലീറ്റ് 1-2 കൊന്ന് അതിൻ്റെ ഇറച്ചിയും അതിൻ്റെ ബോട്ടിയും കൂടിയാണ്. അത് നന്നാക്കാനും ക്ലീൻ ചെയ്യാനും ഒരുപാട് ആൾക്കാർ, നമ്മുടെ തന്നെ ബന്ധുക്കൾ, അയൽവക്കക്കാരൊക്കെ വന്ന് എല്ലാ സാധനങ്ങളും ടപ്പേന്ന് എല്ലാ പണികളും ചെയ്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പോഴാണ് പെണ്ണുങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ല, എല്ലാവരും ഏൽപ്പിക്കുന്നത്. ആൾക്കാരും ഇല്ല, ഒക്കെ ഏൽപ്പിച്ചിട്ട് എല്ലാ സാധനങ്ങളും. മുന്നേ അങ്ങനെയാണ്. മുന്നേ എല്ലാ സാധനങ്ങളും നമ്മ തന്നെ ചെയ്ത് വെക്കാനൊരു മേൽനോട്ടത്തിന് ഒരാളുണ്ടാകും, എല്ലാം അടുപ്പിച്ച് കൊടുക്കും, നമ്മ തന്നെ ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് വെക്കുക. പിന്നെ നമ്മളുടെ എന്ന് പറയണ ഒരു പലഹാരം ഇപ്പൊക്കെയൊന്നും ഇല്ല മോനെ മക്കളെ. എന്ന് പറയുന്നത് പലഹാരം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ആവശ്യം, ഒരു മാമോദീസ, ഒരു കല്യാണം, ഒരു മനസ്സമ്മതം, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായേക്കണത് കറുത്തപ്പവും വെളുത്തപ്പവും എന്ന് പറയും. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ, വെളുത്തപ്പം എന്ന് പറയുന്നത് കള്ളൊഴിക്കും, ഈസ്റ്റ് ഒന്നുമല്ല, കള്ളൊഴിച്ച് തേങ്ങ അടിച്ച് ചേർത്തൊക്കെ നല്ല പൊങ്ങപ്പം, അതിനെ പൊങ്ങപ്പം എന്ന് പറയും. വട്ടയപ്പം, ഇപ്പോൾ വട്ടയപ്പം എന്ന് പറയുന്നത് പൊങ്ങപ്പം. അത് കള്ള ഇടാം, അല്ലാണ്ട് ഈസ്റ്റ് ഒന്നുമല്ല. കള്ളിട്ട് അങ്ങനെ ഉണ്ടാക്കും ഒരപ്പം. പിന്നെ കറുത്തപ്പം എന്ന് പറയുന്നത് ശർക്കരയും തേങ്ങാപ്പാലിൽ നല്ല നൈസായ പൊടി ഇട്ട്, അത് കറുത്ത കളറിൽ കിണ്ണത്തപ്പം, ഇപ്പം പറയണ കിണ്ണത്തപ്പം. അത് അങ്ങനെ 2 തരം അപ്പം, പഴം, പിന്നെ പച്ചപ്പലഹാരങ്ങൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെ വെച്ചിട്ടുള്ളതായിരിക്കും. ഇപ്പൊക്കെയാണ് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കണേ. അതും നമ്മ വീടുകളിൽ ഉണ്ടാക്കി അതാണ് ചെയ്യുക. പിന്നെ നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഒരു പലഹാരമുണ്ട്, പെൻറ്റിപ്പിരീത്ത് എന്ന് പറഞ്ഞിട്ട്. അത് മമ്മി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. മമ്മി ഒരു ദിവസം കാണിക്കാട്ടത്. പെൻറ്റിപ്പിരീത്ത് അതൊരു പലഹാരമാണ് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ. പിന്നെ അവലോസുപൊടി ഉണ്ട, അവലോസുണ്ട, ഇതൊക്കെ നമ്മുടേതായ ഒരു പലഹാരങ്ങളായിരുന്നു. പിന്നെയാണ് അതെല്ലാം അവിടത്തേക്കും വ്യാപിച്ചത്. പിന്നെ ഈ പെൻറ്റിപ്പിരീത്തൊന്നും ആരും ഇപ്പോഴും അപൂർവമായിട്ടുണ്ടാക്കണുള്ളൂ. എല്ലായിടത്തും അത് സുലഭമല്ല. അത് ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് അതിൻ്റെ. അത് മമ്മി ഒരു ദിവസം കാണിച്ച് ഉണ്ടാക്കി തരാട്ടോ മക്കൾക്ക്, കാണിച്ചു തരാം. ആ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയായാലും മമ്മി ഒരു ഇതായിട്ട് ഇടാം.
പിന്നെ എന്തെന്നാ പിന്നെ പലഹാരങ്ങൾ അങ്ങനെ പിന്നെ ഒരു പലഹാരമുണ്ട് സവുലീഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് ഈ ചീട പോലെ ഇരിക്കണ ആ സൈസാണ് അത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും പാടുമാണ് ഈ പെൻറ്റിപ്പിരീത്തും അതേ ഉണ്ടാക്കണേൽ തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിയും പൊടിഞ്ഞും അങ്ങനെയൊക്കെ പോകും അങ്ങനത്തെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ മക്കളെ Q&Aലാണോ ചോദിച്ച അതിലാണോ ചോദിച്ചേ അതിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി രാരീന എവിടെ വെച്ചാൽ കണ്ടേ എങ്ങനെയാണ് ഇത് കാടൂറ്റി തന്നെയാണ് എൻ്റെ വീടും ഡാരിയുടെ വീട്ടിലാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ വീട് കുറച്ചുള്ളിലേക്ക് പോകണം അത് ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ മമ്മിയുടെ വീടും മമ്മിയുടെ ആങ്ങളമാർ ഈ കാടൂറ്റി തന്നെയുണ്ട് ആങ്ങളമാരുടെ വീടൊക്കെ മമ്മി ഇടയ്ക്ക് കാണിക്കാട്ടാ ഞങ്ങൾക്ക് കണ്ടന്റ് ഒന്നും കിട്ടാണ്ടാകുമ്പോൾ ഞങ്ങൾ അത് പിടിക്കുന്നതായിരിക്കും അപ്പം മമ്മി പ്രത്യേകം പറഞ്ഞ് കാണിക്കാം അപ്പം എൻ്റെ വീട് ഇച്ചിരി ഉള്ളിലേക്ക് പോകണം ഇത് റോഡ് സൈഡാണ് ഡാരിയുടെ വീട് റോഡ് സൈഡാണ് അപ്പോൾ ഒരു 30 കൊല്ലത്തിന് മുന്നേ ഈ മെയ് 29 വരുമ്പോൾ 30ാം വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഞങ്ങളുടെ 30 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 95 കഴിഞ്ഞേ അപ്പം ശരിയല്ലേ 95 അല്ല 95-നാണെങ്കിൽ 2025 30 29 അതെ 29 ആവുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ വെഡിങ് കേക്ക് 28ാമത്തെ വെഡിങ് ആനിവേഴ്സറി അതെ അപ്പം 29 30 അല്ല മക്കളെ സോറി 29ാമത്തെ ഈ മെയ് 29 വരുമ്പോൾ 29ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അപ്പം അതിന് മുന്നേ ശരിക്ക് ആലോചിച്ചിട്ട് തന്നെയാണ് അപ്പം ഡാഡി ഇവിടെ ഇല്ല ഡാഡി ഇവിടെ ഉള്ള ആളല്ലായിരുന്നു വീട് ഇതാണെങ്കിലും ബോംബെയിലായിരുന്നു ബോംബെ വാല എന്നാണ് പറയുക എല്ലാവരും ബോംബെയിൽ ഡ്രൈവിംഗ് ആണ് ജോലിയായിരുന്നത് ആള് കില്ലാടി തന്നെയായിരുന്നു ഇപ്പോഴാണ് എന്താ പറയുക പല്ല് പോയ സിംഹം ആയത് ആള് നല്ല ഇതായിരുന്നു അപ്പം ഇവിടെ വന്നാൽ അധികം ദിവസം നിൽക്കില്ല എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി സ്മോളടിയും തന്നേടിയൊക്കെ ഉള്ള ആളായിരുന്നു അപ്പം ആള് ഞങ്ങൾക്ക് അങ്ങനെ കല്യാണ കേസ് മമ്മിക്ക് ഇങ്ങനെ വീട്ടുകാർ പപ്പയും അമ്മയൊക്കെ ഉള്ളപ്പോൾ തന്നെ കല്യാണ കേസുകൾ ഇഷ്ടം പോലെ നോക്കണ്ടായി എന്നാൽ എല്ലാവരും സ്നേഹിച്ച് അങ്ങനെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു അത് ആരും അങ്ങനെ പോകാൻ നിന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പം അങ്ങനെയുള്ള ആയതുകൊണ്ട് അങ്ങനത്തേതിനൊന്നും നിന്നിട്ടില്ല അപ്പം ഇവിടെ രാരിയുടെ അമ്മ മരിച്ചിട്ട് എൻ്റെ അമ്മായിയമ്മ രാരിയുടെ അമ്മ മരിച്ചിട്ട് 8 മാസമായ സമയത്താണ് ഞങ്ങളുടെ കല്യാണം അപ്പം ഇങ്ങനെ എന്താ പറയുക രാരിയുടെ അനിയൻ ആളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടായി അന്നാളിൽ അപ്പോൾ ആളൊക്കെ നിർബന്ധിച്ചിട്ട് വന്ന് കണ്ടതാണ് അപ്പം ഇങ്ങനെ ഒരു ഇതുണ്ട് കണ്ടു നോക്കാൻ പറഞ്ഞ് പെണ്ണ് കാണാൻ വരെ ചെയ്തേ അല്ലാണ്ട് സ്നേഹിച്ചിട്ടൊന്നല്ല കേട്ടോ മക്കളെ മമ്മി നാട് ഇത് തന്നെയാണെന്ന് വിചാരിച്ച് സ്നേഹ ബന്ധമല്ല ലവ് മാരേജ് അതന്നെ ഇവരുടെ നാടും ഇത് തന്നെയാണ് അമ്മുവിൻ്റെ വീടും കാടൂറ്റി തന്നെയാണ് നോയലും കാടൂറ്റി തന്നെയാണെന്ന് അറിയാലോ മക്കൾക്ക് അപ്പം അവർ സ്നേഹിച്ചല്ല കേട്ടാ മമ്മി ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോയിൽ മമ്മി ആലോചിച്ച് കെട്ടിച്ചതാണ് എൻ്റെ കൂട്ടുകാരത്തിൻ്റെ മോള അതേപോലെ തന്നെ ഞാൻ സ്നേഹിച്ചൊന്നുമല്ല ആള് വന്നതുപോലെ ഒരു ദിവസം വന്ന് പെണ്ണ് കണ്ടപ്പോൾ പൊക്കം ഡാരിക്കും പൊക്കമില്ല അപ്പം പൊക്കത്തിൻ്റെ എന്തോ പറഞ്ഞ് അങ്ങനെ നിന്ന് നോക്കണം എന്ന് പറഞ്ഞ് നിന്ന് നോക്കി ഒക്കെ റെഡിയായി അപ്പം അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം നടന്നു അന്നും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വൈകിയൊന്നുമില്ല ഉറപ്പിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്തു ഉറപ്പിച്ചിട്ടേച്ചെന്നുണ്ടെങ്കിലൊക്കെ സ്വഭാവങ്ങള് അറിയാല ഈ സ്മോളടിയും തണ്ണീരൊക്കെ നമുക്കറിയാം അതൊന്നും ഉറപ്പിച്ചിട്ടൊന്നുമല്ല അത് വന്ന് കണ്ട് കീഴടക്കി എന്ന് പറഞ്ഞ പോലെ വന്ന് കണ്ട് കല്യാണം കഴിഞ്ഞു അപ്പം അന്നും മമ്മിയുടെ ഉടുപ്പ് മമ്മിക്ക് വെള്ള ഫ്രോക്ക് ഉടുപ്പായിരുന്നു അത് എന്ന് പറയുന്നത് സ്റ്റെപ്പായിട്ട് എൻ്റെ ചിറ്റ ബോബിതയുടെ മമ്മി എൻ്റെ ചിറ്റ ഗൾഫിലായിരുന്നു അന്ന് ആള് ഗൾഫിലായിരുന്നു അപ്പം അവിടെ നിന്ന് കൊടുത്തയച്ച ഉടുപ്പായിരുന്നു വിവാഹ ഫോട്ടോ ഒന്നും മമ്മിയുടെ ഇല്ല ഉണ്ടെങ്കിൽ കാണിക്കാൻ നല്ല സൂപ്പർ നല്ലതായിരുന്നു മനസ്സിലുണ്ട് പക്ഷെ എനിക്കത് കാണിക്കാൻ നിവൃത്തിയില്ലല്ലോ ഫോട്ടോ ആൽബോ അങ്ങനെയൊന്നും ഇല്ല മക്കളെ അന്നത്തെ അവസ്ഥകൾ അങ്ങനെയായിരുന്നു അത് സൂക്ഷിച്ച് വെക്കാനോ അതിനൊന്നിനും എന്താ പറയുക അത് അങ്ങനെ ആയിരുന്നു അത് ഇനിയിപ്പോൾ മമ്മി പറയണല്ലോ നമ്മുടെ കഴിഞ്ഞു പോയത് നമ്മ ഇനി ഓർത്തെടുത്ത് അങ്ങനല്ല അതുകൊണ്ട് ഫോട്ടോകളൊന്നും മമ്മിയുടെ കയ്യിലില്ല കേട്ടാ നല്ലതായിരുന്നു സ്റ്റെപ്പ് ഉടുപ്പും ആള് ഇപ്പോൾ കോട്ട് സൂട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും അങ്ങനെയായിരുന്നു രാരി ഉടുത്തേച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത്തിരി വണ്ണും വയറും ഒക്കെ ഉണ്ടായി പൊക്കവും എന്ന് വെച്ചാൽ ആൾക്ക് അന്നാളിൽ പൊക്കമുള്ള പോലെ എനിക്ക് പൊക്കം കുറഞ്ഞ് വണ്ണമില്ല ഇങ്ങനെ മമ്മി ഇത്രയും വണ്ണമൊന്നും ഉണ്ടായില്ല
ഇല്ലാത്തതായപ്പോഴാണ് നിന്ന് നോക്കിയത്. നിന്ന് നോക്കിയിട്ട് ഇതായാൽ മതി എന്നും പറഞ്ഞ് വന്ന് അങ്ങനെ നിന്ന് നോക്കി, അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് മമ്മിയുടെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഒരു ഇത് പറയാൻ പറഞ്ഞു. അങ്ങനെ മമ്മി ഇത്രയൊക്കെ പറഞ്ഞു. ഇനി ഇതിൽ വല്ല പോരായ്കയുണ്ടോ ഇല്ലയോ, ഇനി കൂടുതൽ ഇനി വല്ലതും അറിയാനുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ ചോദിച്ചോ, മമ്മിക്ക് അറിയണതൊക്കെ പറയാം. അപ്പം മമ്മിയുടെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇതിപ്പോൾ ഇല്ല മക്കളെ, 1, 2 ഞങ്ങളുടെ ഇടവകയിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാരുള്ളൂ ഈ ഡ്രസ്സ് വിളിച്ചത്. അപ്പം ഇത് മമ്മി അങ്ങനെ മമ്മിയുടെ ഡാഡിയുടെ, എൻ്റെ ഭർത്താവിൻ്റെ പപ്പയുടെ പെങ്ങളുടെ ഡ്രസ്സാണിത്. ആ അമ്മ ഉണ്ടായി അത് കുറച്ച് അത് തന്നെ ഒരു എത്ര കൊല്ലമായി മരിച്ചിട്ട്? 3-4 കൊല്ലമായിട്ടുള്ളൂ മരിച്ചിട്ട്. അപ്പം ആളുടെ ഡ്രസ്സ് ഇരിക്കുന്നുണ്ടായി. അത് ഞാൻ ചിറ്റിനോട് ചെന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉടുത്തതാണ് തുണി ഹവായി. നമ്മുടെ എവിടെയാണ് ഉള്ളത്? ആംഗ്ലോ ഇന്ത്യൻസ് കാടുവറ്റി. പിന്നെ അത് കഴിഞ്ഞ് മതിലക അങ്ങനെ ഒരേ സ്ഥലങ്ങള് കൊച്ചിയിലുണ്ട്. കേരളം മൊത്തം ഒന്നും ഇല്ല. എല്ലായിടവും ഇല്ല. ഇത് എന്താ ആംഗ്ലോ ഇന്ത്യൻസ് പോർച്ചുഗീസുകാരാണ് ഞങ്ങ. അങ്ങനെയാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ പേര് വെറൈറ്റി ഉണ്ട്. നമ്മളുടെ സർണയും പേരും ഒക്കെ ഒരു പ്രത്യേക ഇതാണ്. നമ്മളെന്തെങ്കിലും കാര്യത്തിന് ഇപ്പൊ എവിടെ ഓഫീസിലൊക്കെ ചെന്ന് നമ്മുടെ പേര് പറയുമ്പോ നിങ്ങൾ ആംഗ്ലോ ഭയങ്കര അത്ഭുതത്തോടെ നോക്കണം. അമ്മുന്റെ സർണയം എന്റെ റോച്ചാന്നായിരുന്നു. മമ്മിയുടെ എന്നിട്ടായിരുന്നു മമ്മിയുടെ സിമേദി. എന്നിട്ട് കല്യാണം കഴിഞ്ഞപ്പോ അത് ഡിസിൽവേയി. പക്ഷെ സർണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിൽവാന്നാണ്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ മാറണില്ല, അവരങ്ങനെ തന്നെ. പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ സിമേദിന്ന് കല്യാണം കഴിച്ചപ്പോൾ ഡാരിയുടെ സർണയം എന്ന് വെച്ചാൽ ഡിസിൽവയാണ്, ചെട്ടിവളപ്പിൽ ഡിസിൽവ. അപ്പം നമ്മളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം നമ്മൾ ഡിസിൽവേ. അവർ മാറണില്ല, എൻ്റെ തറവാട്ടുകാർ മാറണില്ല. എൻ്റെ ആങ്ങളൊക്കെ സിമേദി തന്നെ ഇപ്പോഴും. അതുപോലെ സിമേദി, അരൂജ, മെൻഡസ്, റോച്ച, ഫെർണാണ്ടസ്, ഡിക്കോത്ത, പിൻഹീരോ, സിക്കേര, അങ്ങനെയൊക്കെ സർണയങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സർണയം. അത് നമ്മളുടെ പേര് പറഞ്ഞ സർണയവും കൂടി. ഇപ്പൊ ബെല്ല ഡിസിൽവ അങ്ങനെ പറയുമ്പോ നിങ്ങപ്പ ആംഗ്ലോ ഇന്ത്യൻസ് ആണല്ലേ, പെട്ടെന്ന് അവർക്ക് അത് മനസ്സിലാകും നമ്മ ഒരു വെറൈറ്റി ആൾക്കാരാണെന്ന്. ഡിക്രൂസ്, ആൻലിൻ ഡിക്രൂസ്, ഞങ്ങളുടെ മിന്നുക്കുട്ടി, അവള് ഡിക്രൂസ് ആണ്. അന്ന് മമ്മി മളമായി പറമ്പ് സിമേദിയാണ്. ഡാരിയാണ് ഡാരിയല്ലേ ഡിക്രൂസ്? അതേന്ന് തോന്നണേ. അപ്പന്റെ സർണയാണ് വരാ. അപ്പൊ ആള് ഡിക്രൂസ് ആണ്. അപ്പൊ മിന്നുവിനായിരുന്നു ഭയങ്കര താല്പര്യം. ആന്റി ഇത് കഴിഞ്ഞ ഞായറാഴ്ച കൂടി പറഞ്ഞു, ആന്റി ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഇടാന്ന് പറഞ്ഞിട്ട് ആന്റി ഇട്ടില്ലല്ലോ, ഇടാൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഡെയിലി വീഡിയോ ഇടുന്നാണ് മിന്നു പറയണേ. പക്ഷെ മിന്നു ഞങ്ങളുടെ ഈ 2 വീടിനപ്പുറമുള്ള മോളാണ് കേട്ടാ. അവൾ എപ്പോഴും ഞങ്ങളുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണതാ. അപ്പൊ ആള് പറയും, നമ്മളുടെ എന്ത് കാര്യത്തിനും ആള് സഹകരിക്കുന്ന ആളാ. അപ്പൊ ആള് പറയും ആന്റി ഇന്നത് ചെയ്യുന്നു പറഞ്ഞു തരും. അപ്പൊ ഇന്ന് ഈ കഴിഞ്ഞ ഞായറാഴ്ച കൂടി പറഞ്ഞു, ആന്റി ആംഗ്ലോ ഇന്ത്യൻസിന്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ആന്റി ഇട്ടില്ലല്ല. മിന്നുമോളെ എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ ആന്റിനോട് പറഞ്ഞോളൂ. അപ്പൊ ആന്റി വിളിക്കണതൊക്കെ പറമ്മി. പിന്നെ നമ്മ അത് ഓർക്കുന്നത് മോൻ പറയോരോന്ന്. പിന്നെ നമ്മള് ഭാര്യ ഭർത്താവ് അവര് വിളിക്കണത് ദേ അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുള്ളൂ. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ അതിനെ ബൂവേ, ചേട്ടനാ ബൂവേന്ന് വിളിക്കും. ചേച്ചിനെ എന്നുണ്ടെങ്കിൽ ചേച്ചി നല്ല ചിറ്റാന്ന് വിളിക്കും. അങ്ങനെയാണ് വിളിക്കുക. പിന്നെ അങ്കിള്, ഇളയപ്പൻ, ഇളയമ്മ അങ്ങനെയൊക്കെ വിളിക്കൂല. അങ്ങനെ ഇല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്കിള്, ആൻറ്റി അങ്ങനെയാണ് ഞങ്ങളുടെ. ഇപ്പൊ എൻ്റെ ചിറ്റന നോയല്, എൻ്റെ ചിറ്റന എന്ന് പറയുന്നത് ബോയ്തറ മമ്മി, അതിനെ നോയൽ വിളിക്കുന്നത് ആൻറ്റി എന്ന് വിളിക്കുക. പേര് കൂട്ടി ആൻറ്റി എന്ന് വിളിക്കും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു കല്യാണത്തിനോ ഒരു പുറത്തുനിന്നോ ഒരാളെ കണ്ട അപ്പ ചെന്ന് ഹഗ്, കിസ്സയില് കെട്ടിപ്പിടിച്ചിട്ട് കിസ്സയിലാണ് ഏറ്റവും. അത് കൊടുത്ത് കളിയാക്കി ആൾക്കാർ കൊല്ലും. ഇപ്പൊ അങ്ങനെ കുറഞ്ഞു, അത് നോർമലായി. ഇപ്പൊ ഷെയ്ക്ക് ഹാൻഡും മേലാണ്. ഷെയ്ക്ക് ഹാൻഡും കൊടുക്കും, മുന്നിൽ ചെല്ലുമ്പോ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കലാണ്. അത് ഒരു വലിയ ഇതാ. ഇംഗ്ലീഷുകാരുടെ ഒരു ഇതൊന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ്.
പിന്നെ വയസ്സായ അമ്മൂമ്മമാരെ നാനിന്ന് വിളിക്കും. നാനി. വയസ്സായ അപ്പൂപ്പന്മാരെ പപ്പാന്ന് വിളിക്കും. പപ്പാന്ന്. നാനിന്ന് വിളിക്കും. അത് തന്നെ. അതൊക്കെ നോയില് ഓർത്തെടുത്ത് പറയാ. ഇപ്പൊ നമ്മളുടെ എന്റെ പപ്പയുടെ പപ്പന പപ്പാഞ്ഞി, പ്രായം കൂടുതൽ അങ്ങനെ. പിന്നെ അമ്മാഞ്ഞി അങ്ങനെ വിളിക്കും. അമ്മാഞ്ഞി. പിന്നെ അതിലും എളുപ്പമുള്ള നാനി, ചൂച്ചി അങ്ങനെയൊക്കെ വിളിക്കും. ഇപ്പൊ അങ്ങനെ വിളിയേ ഇല്ല. മുന്ന് ചൂച്ചി എന്നൊക്കെ വിളിക്കും. മുന്നെന്ന് പറയുന്നത് ഇപ്പൊ ഒരുവിധം പ്രായമായ ചേച്ചിയുടെ ചേച്ചിനെയൊക്കെ ചൂച്ചിന്ന് വിളിക്കും. അങ്ങനെ വിളിക്കും. ചൂച്ചി, നാനി, അമ്മാഞ്ഞി. അത് അപ്പടെ ആയാലും അമ്മയുടെ ആയാലും അപ്പൻ്റെ ആയാലും പപ്പന അമ്മന അങ്ങനെയാണ് അവർ അമ്മാഞ്ഞി പപ്പാഞ്ഞി അങ്ങനെ വിളിക്കുന്നത്. പിന്നെ നമ്മ ഡാഡി മമ്മി. ഞങ്ങളുടെ നിന്നാണ് ഈ ഡാഡി മമ്മി തെറിച്ച് പോയത്. ഞങ്ങൾക്കറിഞ്ഞ് ഡാഡി മമ്മി. പിന്നെ അങ്ങനെയൊക്കെ പേരുകള്. പിന്നെ എന്തെന്നാ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോ അത് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ല. പിന്നെ ഇനി പോരായക എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഇങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ അറിയണത്. അപ്പൊ പറഞ്ഞു തരാം ട്ടാ. അപ്പൊ ഈ വീഡിയോ ലെങ്ത് കൂടിയെങ്കിലും കേട്ടിരിക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാറിനോണ്ട് ഇത്രയും കൂടിയേക്കണേ. പിന്നെ മമ്മിയുടെ ഈ കോസ്റ്റ്യൂമും കാണിക്കാൻ എഴുതിയിട്ടാ. നമ്മുടെ റോള് കിടക്കണോക്ക് റോളിന്റെ ഒരു കൊരങ്ങനെ മേടിച്ചു കൊടുത്തതാണ്. അന്ന് മക്കളെ കാണിച്ചിട്ടുണ്ടല്ല. അതിന്റെ പഞ്ഞും തൊലിയായി. പക്ഷെ അത് അവൻ കളയണില്ല കത്തിക്കാൻ. അതന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ ഇതാണ് എന്തിനാ റോളു? എന്തിനാണ് മോനെ റോളുവിനെ കാണിക്കാൻ പറയേണ്ടത്? അപ്പൊ റോളുവിന്റെ ഇനിയുള്ള ക്ലിപ്പുകള് റോളുവിന്റെ. ഇത് തക്കു തക്കു വന്ന് കിട്ടിയത്. തക്കുവിന്റെ കഥ പറഞ്ഞ മക്കളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഒരു ഞരമ്പ് പോലെ ഇരുന്നാണ് തക്കു. കണ്ട പ്രാക്കെത്തും. ഒരു ഇച്ചിരി ഉണ്ടായുള്ളൂ. ഒരു ദിവസം അപ്പുറത്ത് ബാക്കില് വേറെ വലിയ പൂച്ചകളൊക്കെ വരാറുണ്ട്, വന്നു പോകാറുണ്ട്. അപ്പൊ ഒരു ദിവസം മമ്മി നോക്കുമ്പോ കുഞ്ഞി പൂച്ച ഇതിരിക്കുന്ന ആ മതിലിന്റെ മുകളില്. അമ്മനെ വിളിച്ചോണ്ട് പറഞ്ഞു, അമ്മ ഇത് നോക്കിയാൽ ഒരു പൂച്ച കുഞ്ഞി കാണാൻ ഇച്ചിരി ഉള്ളൂ, പ്രാക്കെത്തണ്, കണ്ടിട്ട് മുലകൂടി മാറിയിട്ടുണ്ടാന്നാവോ എന്നൊക്കെ മമ്മി ഇങ്ങനെ പറഞ്ഞെങ്കിൽ അമ്മ വേഗം അതിനെ ചെന്ന് താലോലിച്ച് പുന്നാരിച്ച് വന്നപ്പോഴത്തേനും അമ്മ എടുത്തപ്പ പോന്നുകൂടെ. എന്നിട്ട് അമ്മ വേഗം ഒരു ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ വായിൽ വെച്ച് കൊടുത്ത്. വെളിച്ചെണ്ണ കൊടുത്താൽ പോകൂല. അമ്മ അത് മൊബൈല് കാണാനുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പൂച്ചയുടെ കാര്യങ്ങള് നോക്കിയേ കാണുള്ളൂ. അതിന്റെ എല്ലാനും അറിയാം. വാല് ഇങ്ങനെ വളച്ച സ്നേഹമാണ്, ഇങ്ങനെ വളച്ച ദേഷ്യമാണ്, അതൊക്കെ പറയണേക്കാ അമ്മ ഇരുന്ന്. അപ്പൊ അമ്മ എടുത്ത് വെളിച്ചെണ്ണൊക്കെ പെരട്ടി അന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് വിട്ടിട്ട് പിന്നെ ഇതിനെ കാണാനില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ അമ്മനോട് പറയും, അമ്മ അതിനെ കാണാനില്ല, ചത്തോയി തോന്നണ്ട പൂച്ചക്കുഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വായെടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോ പിന്നെ വന്നേക്കണത്. പിന്നെ വന്നിട്ട് അപ്പൊ ഒരു ഇച്ചിരി കൂടി വലുതായി, ഒരു ഇച്ചിരി കൂടി നല്ല മിനുപ്പായി. അന്നേരം വന്നിട്ടുണ്ടല്ല. പിന്നെ പോയിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ ഉണ്ട്. ശല്യമായ പോലെ നടക്കണ്. കേന്ന് പറഞ്ഞുകൊണ്ട് കാലിന്റെ ഇടയ്ക്ക് നേരം വെളുക്കുമ്പോ എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടാ. മീൻ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടം. അത് ചാള അങ്ങനത്തെ തലേന്ന് ഇട്ട് കൊടുത്താൽ പോരാ, കഷ്ണങ്ങളാണ് അവന് ഇഷ്ടം. പിന്നെ അത് കിട്ടിയാൽ സൂപ്പർ. എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ ഇവരുടെ ഫുഡ് മേടിക്കുന്നുണ്ട് മമ്മി. പട്ടികൾക്കായിട്ട് ചാക്ക് ഫുഡ് മേടിച്ച് വെക്കുന്നുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് കൊടുത്ത് കറ് കപ്പലണ്ടി പോലെ കടിച്ച് കിട്ടണം എന്നൊരു ഒളിച്ചോണ്ടിരിക്കും. കാലത്ത് വാതില് തുറക്കാന്ന് വർത്തിയില്ല. അപ്പൊ അമ്മ മീനുണ്ടെങ്കിൽ അത് കൂട്ടി ചോറ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ രണ്ടുപേരും റോളക്സിനെ കാണാനില്ല എന്ന് പറഞ്ഞ കാരണം റോളക്സിനെ കാണാനില്ല എന്ന് പറഞ്ഞ കാരണം കാണിച്ചതാണ് മമ്മി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മക്കളെ ഓക്കേ.